സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾ ഈ മാസം 27-ന് കൊല്ലം അമൃതപുരിയിൽ നടക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങുക. തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം, പ്രസാദ വിതരണം എന്നിവയും നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി മഠം നൽകി വരുന്ന അമൃതകീർത്തി പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. കൂടാതെ നിർധനരായ യുവതി-യുവാക്കളുടെ സമൂഹ വിവാഹം ഇതോടനുബന്ധിച്ച് നടക്കും. കുട്ടികൾക്കായുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പ്, മെഗാ ശുചീകരണ യജ്ഞം എന്നിവയും ഇത്തവണ അമ്മയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും. ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് അമ്മയുടെ 72ാം തിരുനാൾ ആഘോഷിക്കുന്നത്. സാധാരണ എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ളതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. 300 രോഗികൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് സർജറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 300 രോഗികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി, കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ഏതാണ്ട് 400ഓളം അതും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ ക്യാമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൂടാതെ അമൃതകീർത്തി പുരസ്കാരം, സൗജന്യ വിവാഹങ്ങൾ, കൂടാതെ നമ്മൾ അമൃതശ്രീക്ക് എല്ലാ വർഷവും നൽകുന്ന മൂലധനം, അവർക്ക് നൽകുന്ന വസ്ത്രം, മറ്റാവശ്യങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ അമ്മ ഈ UN-ൽ ഐക്യരാഷ്ട്രസഭയിൽ 2000-ൽ മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു, മലയാള ഭാഷയിൽ. അതിനു മുൻപും അതിന് ശേഷവും അങ്ങനെ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ടില്ല മലയാളത്തിൽ. ഇപ്പോൾ 25 വർഷം തികയാണ്. ഈ 25ാം വർഷത്തിൽ അത് അനുസ്മരിക്കുന്നതിനായിട്ട് വൺ വേൾഡ് വൺ ഹാർട്ട്, ഒരു ലോകം ഒരു ഹൃദയം എന്ന തലക്കെട്ടിനെ ആസ്പദമാക്കി സ്കൂൾ കുട്ടികൾക്ക് ആയിട്ട് ഒരു എസ്സേ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തും എവിടെയൊക്കെ മലയാളികളുണ്ടോ, മലയാള സ്കൂളുകളുണ്ടോ, മലയാളികൾ നടത്തുന്ന സ്കൂളുകളുണ്ടോ, അവിടെയെല്ലാം ഈ കോമ്പറ്റീഷൻ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, അമ്മയുടെ പിറന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? വിപുലമായ കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തവണയും അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, 72ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. അമൃതപുരി ആശ്രമത്തിൽ ഇത്തവണ ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഗണപതി ഹോമം, അത് 108 ഗണപതി ഹോമങ്ങളോടെ ആരംഭിക്കുന്ന പൂജാ ചടങ്ങുകൾക്ക് കൂടിയാണ് ഈ 27ാം തീയതി ശനിയാഴ്ച രാവിലെ 5 മണിക്കാണ് ഈ ഗണപതി ഹോമം ആരംഭിക്കുന്നത്. അതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് അമ്മയുടെ ജന്മദിന സന്ദേശമുണ്ടാകും. തുടർന്ന് വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവയും ഇത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും. കൂടാതെ കലാപരിപാടികൾ, വിവിധ കലാപരിപാടികളും ഈ തവണ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും ഇത്തവണ ഉണ്ടാകും. അമൃതകീർത്തി പുരസ്കാരം, അതായത് അമൃതാനന്ദമയി മഠം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൽകി വരുന്ന അമൃതകീർത്തി പുരസ്കാരം, അതും ഈ ചടങ്ങിൽ സമ്മാനിക്കും. കൂടാതെ നിർധനരായ യുവതി-യുവാക്കൾക്ക് 50 യുവതി-യുവാക്കൾക്ക് ഉള്ള ഒരു വിവാഹം, അവർക്കുള്ള സൗജന്യ വിവാഹം, അത് ഒരു സമൂഹ വിവാഹം, അത് ഇവിടെ ഉണ്ടാകും. കൂടാതെ ഈ ജന്മദിന സന്ദേശങ്ങളുടെ ഭാഗമായും മറ്റും ഒക്കെ നടത്തിവരുന്ന മറ്റ് ചില പരിപാടികൾ അത് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിവരികയാണ്. പ്രധാനമായ കാര്യത്തിൽ മെഗാ ശുചീകരണ യജ്ഞം, അത് ഈ ആഗോളതലത്തിലുള്ള ഒരു മെഗാ ശുചീകരണ യജ്ഞമാണ്. അത് ഈ സെപ്റ്റംബർ 20-ാം തീയതിയാണ് നടക്കുക. അതിൻ്റെ ഭാഗമായി ഈ ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലകളിൽ ആശ്രമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലും മറ്റുമൊക്കെ തന്നെ സമൂഹത്തിലെ എല്ലാത്തരം ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുചീകരണ പരിപാടികൾക്കാണ്
അമ്മ ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കും. കൂടാതെ കുട്ടികളുടെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ മറ്റ് സൗജന്യമായുള്ള ശസ്ത്രക്രിയാ വിഭാഗങ്ങളും അതിനുള്ള ക്യാമ്പുകൾ ഇത്തവണ പലയിടങ്ങളിലായി നടത്തിവരുന്നു. ഈ ക്യാമ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇത്തരത്തിൽ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തും എന്നുള്ളതും ഇത്തവണ ഈ ഒരു അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു പ്രധാന പരിപാടിയാണ്. ഒപ്പം തന്നെ ഈ സന്ദേശങ്ങൾ, അതായത് അമ്മയുടെ ജന്മദിന ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഒരു സന്ദേശം നൽകുക, അല്ലെങ്കിൽ സമൂഹ സേവനത്തിലൂടെ ഒരു സന്ദേശം നൽകുക എന്ന കാര്യത്തിൽ മുൻനിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇത്തവണയും അമൃതപുരി അതിനായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തി അത് പൂർത്തീകരിച്ചു വരുന്നത്. ഏതായാലും സെപ്റ്റംബർ 20 നടക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം അതൊരു വലിയ സംരംഭമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനവും ഇപ്പോൾ മഠം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ എല്ലാത്തരം ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ ശുചിത്വം, അത് ലോക നന്മയ്ക്കും ലോക ശുചിത്വം, അല്ലെങ്കിൽ അത്തരം ഒരു ആശയം, അമ്മയുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തവണയും ഈ അമ്മയുടെ 72ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് ആരംഭം ആകുന്നത്. ശരി സുധീഷ്. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ അമൃതപുരിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സുധീഷ് കുമാർ.